അവന്മാര് പിന്നെ അകത്തേക്ക് കയറി പറഞ്ഞിട്ടുണ്ട്. ഓഹോ, അവന്മാർക്ക് കിട്ടിയൊന്നും മതിയായില്ലായിരിക്കും. ചെന്ന് പേടിപ്പിച്ച് വിടറാ, പേടിപ്പിച്ച് സൂപ്പാക്കി വിടും. ചെല്ലണം. സിനിമ വിട്ടിരിക്കുകയാണ്, നമുക്ക് ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കാം. ഏട്ടാ പടം എങ്ങനെ ഉണ്ടായിരുന്നു? ഐറ്റം പടം ശരിക്കും പേടിയുള്ളവര് വരരുത്. കൊറോണ വെച്ചാൽ നെഞ്ചിടിപ്പ് മാറിയിട്ടില്ല. നല്ല സൂപ്പർ ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്തോ പറയുന്നത് പടമൂലൊക്കെ എന്തോ അഭിനയിച്ചു വെച്ചേക്കുന്നത്. ഒരു ഹോളിവുഡ് ലെവൽ ഒരു പടമാണ് ഈ മലയാളത്തിൽ കൊണ്ട് ചെയ്തിട്ടുള്ളത്. രക്ഷയില്ലാത്ത പടമാണ്. ഇത് ശരിക്കും നടന്നാണോ? വിശ്വാസം വരണില്ലല്ലേ? ടെൻഷൻ അടിക്കണ്ട സാറേ, നോർമൽ സ്പീഡിൽ ആലോചിച്ചാൽ കാണാൻ പറ്റില്ല. സാർ ഒന്നുകൂടി റിവൈൻഡ് ചെയ്തിട്ട് സ്ലോ മോഷനിൽ ആലോചിച്ചു നോക്കൂ. പേടിയുള്ളവര് വരരുത്. പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ? തിയേറ്ററിലോട്ട് പരിസരത്തോട്ടും വരരുത്. ഇവൻ നന്നായി പേടിച്ചിട്ടുണ്ട് ഭായ്. പേടി ഒരു കിടില ആംബിയൻസ് ഉള്ള തിയേറ്ററിൽ നീറ്റ് ആയിട്ട് വന്ന് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അവനെ നമ്മള് ഭാഗ്യവാൻ വിളിക്കും. കാരണം ഇത്രയും കാലത്തിനിടയ്ക്ക് നല്ലൊരു ഹൊറർ മൂവി ഉണ്ട്, നല്ലോണം പേടിക്കാനുണ്ട്. അത്ര എക്സ്പീരിയൻസ് ഇടയിലുള്ള കമന്ററി കാര്യങ്ങളൊന്നും ഇല്ലാതെ ആ ഒരു ഹൊറർ മൂഡ് ക്രിയേറ്റ് ചെയ്ത് കാണണം. നോട്ട് ദാറ്റ് പോയിന്റ്. കാണാൻ പറ്റിക്കഴിഞ്ഞാൽ പടം വേറെ റേഞ്ചാണ്, ടെക്നിക്കലി എല്ലാം ബ്യൂട്ടിഫുൾ മൂവി. രാഹുൽ സദാശിവൻ NSR പണി വെച്ചിருக்கு. പുള്ളി ഇതിന്റെ ഒരു മാസ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു, അതിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ട്. ഇത് ഒരു ഇദ്ദേഹത്തിന്റെ റേഞ്ച് അറിയാം രാഹുൽ സദാശിവന്റെ. നീ മരണമാസാടാ, വേറെ ലെവലടാ നീ. സൂപ്പർ. സൗണ്ടിങ് അബ്സല്യൂട്ട്ലി വേൾഡ് ക്ലാസ് ആണ്. അതായത് ഒരു ഹോളിവുഡ് സെറ്റപ്പിലാണ് ചെയ്തത്. ഗോവിന്ദൻകുട്ടി സാറിന്റെ ടൈം ബെസ്റ്റ് ടൈം. താൻ തൊട്ടെന്റെ പാഞ്ചി പറയണേ. താൻ വിചാരിച്ചത് വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം ഉണ്ടാക്കണ പോലെ ടീം എന്ന് പറഞ്ഞുണ്ടാക്കിയതാ. ഇത് കഷ്ടപ്പെട്ട് തന്നെ കിട്ടുള്ളൂ. ഈ പടം തിയേറ്ററിൽ ഒന്ന് മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയാൻ കാരണം ഇതിന്റെ സൗണ്ട് ഡിസൈൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ചെറിയ സ്ക്രീനിലൊന്നും കണ്ടിട്ടില്ല, തിയേറ്ററിൽ വന്ന് കണ്ടേ. അത്രയും കിടിലം വർക്കാണ് ക്രിസ്റ്റോസ് ഇവർ ചെയ്തിരിക്കുന്നത്. BGMന്റെ ഇതൊക്കെ അതിന്റെ ഒരു രസത്തിലും ത്രില്ലൊക്കെ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്. കൂടുതലായിട്ട് ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ അടുത്തുനിന്ന് പ്രതീക്ഷിച്ചു പോയാൽ അത് ചിലപ്പോൾ കുഴപ്പത്തില്ല. ഒന്നും എഴുതാനില്ല, സംഭവം കാലക്കുണ്ട്. കലക്കി പ്രണവ് ഈ ക്യാരക്ടർ റെൻഡർ ചെയ്ത രീതി പറഞ്ഞാൽ ഭയങ്കര കൈയടക്കം. അതായത് പണി അറിയാവുന്ന ആളുകളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ ഫയറാണ് കേട്ടോ. പ്രണവക്ക് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് വേണം പറയാം. അഭിനയിക്കാൻ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞവർക്കൊക്കെ ഒരു നല്ലൊരു മറുപടി ഉണ്ട് ഇതിനകത്ത്. ഇദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയാം, പക്ഷേ അദ്ദേഹത്തെ യൂസ് ചെയ്യണം. എന്താ എന്റെ അഭിപ്രായം? ആ ജീൻസ് ഇട്ട പൂച്ചക്കുട്ടി ഓടിപ്പോവാനാണ് സാധ്യത. പക്ഷെ നിന്ന് കിട്ടിയാൽ ഇവൻ പുലിയാവും. അല്ല നാമം എന്താണെന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. സത്യമായിട്ട് പറയാം, ആദ്യമേ ഞങ്ങള് ഒരു തീരുമാനം എടുക്കുകയാണ്. എന്താ? ഇങ്ങനെയുള്ള ഒരു സിനിമക്കും പ്രത്യേകിച്ച് രാഹുൽ സദാശിവൻ ചെയ്ത ഹൊറർ സിനിമകൾക്ക് ഇനി ഞങ്ങൾ രാത്രിയിൽ പ്രീമിയറിന് പോകില്ല. രാത്രി ഞങ്ങൾ പോകൂലോ, മതിയായി ഇന്നത്തോടെ. 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോർത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്. എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? അയ്യോ, കണ്ണുനീരും ഭയം മൂടുന്ന ആ ദിവസം മരിച്ചവരെല്ലാം ഉണർത്തപ്പെടുന്നു. ഇത് പറയതേ ഇല്ല, തിയേറ്ററിലെല്ലാം കാണണം. OTT കണ്ടൊന്നും കാര്യമില്ല, തിയേറ്ററിൽ പോയി കാണണം. മതി ഗോപാലകൃഷ്ണ, മതി. എനിക്കിപ്പോ അവരെ കാണണം. പുറത്ത് വണ്ടി റെഡിയാണോ? വിടുന്ന വണ്ടി സിനിമ തിയേറ്ററിലേക്ക്.